സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷകളിലേക്ക് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൽ 18-ാം തിരുലിഖിതം. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങിക്കുക. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. ഈ നിമിഷങ്ങളിൽ ദൈവവചനം കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിലൂടെ കേട്ടുകൊണ്ടിരുന്ന ദൈവ മക്കളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിച്ച ആയിരക്കണക്കിന് അത്ഭുതങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് പ്രീതി ജോർജ്. ഞാൻ സൗദിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ്. എൻ്റെ വലിയ വിഷമം, എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ യൂട്രസിനോട് ചേർന്ന് ട്യൂബിൽ ചെറിയ ഫൈബ്രോയിഡുകൾ രൂപപ്പെട്ടിരിക്കുന്നുവെന്നും ഒരുപാട് ചികിത്സകൾ വേണ്ടിവരുമെന്നും ഡോക്ടർ വിധി എഴുതി. ഞങ്ങൾ അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള വചന ശുശ്രൂഷ ടെലിവിഷനിലൂടെ കാണാൻ ഇടവന്നത്. ആ വചന ശുശ്രൂഷയുടെ നിമിഷം ഹൃദയം തുറന്ന് വചനം ശ്രവിക്കുകയും കുർബാന ഉയർത്തിയപ്പോൾ കൈകൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയാവുകയും തുടർന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ കുട്ടിക്ക് 5 മാസം പ്രായമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞ് 2 വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ പല തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റി ആ കുടുംബത്തിന് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കർത്താവ് കൊടുത്തു. കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച് ഈ നിമിഷങ്ങളിൽ ഈ വചന ശുശ്രൂഷകളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ചേർത്തിരിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ ഇപ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കട്ടെ. 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുക. ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, മന്ദത മാറിപ്പോകട്ടെ, മരവ് വിട്ടുപോകട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ, ദൈവിക ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ, മന്ദതയിലേക്കും മരവിപ്പിലേക്കും ദൈവശക്തി നിറയട്ടെ. എല്ലാ അന്ധകാരത്തിൻ്റെ കോട്ടകളും തകരട്ടെ കർത്താവേ, നിരാശയുടെ കോട്ടകൾ തകരട്ടെ, ദൈവശക്തി നിറയട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ കർത്താവേ, വർഷങ്ങളായി ആത്മീയ ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കളെ ഇപ്പോൾ വിടിവിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത കുടുംബങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കാൻ തടസ്സമുള്ള കുടുംബങ്ങൾ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഓ ദൈവമേ, മദ്യപാനം, ചീട്ടുകളി, പുകവലി, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, എതിർചിന്ത, താന്തോന്യത്വം, വഷള സ്വഭാവം, മൂഢത, ആത്മീയ കാര്യങ്ങളോട് തുറവിയില്ലായ്മ, കലഹ സ്വഭാവം, മല്ലടിക്കുന്ന പ്രകൃതി, താന്തോന്യത്വം, ഈ മേഖലകളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പൈശാചിക പിടുകളെയും നസ്രയനായ യേശുക്രിസ്തുവിനെ അഴിച്ചു വിടിവിക്കുന്നു. ഈ വചന ശുശ്രൂഷകൾ പങ്കുചേർന്ന് യേശുവിനെ ആരാധിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന ദുരാത്മാക്കളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവമക്കളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോവുക. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന പൈശാചികമായ ഒരു കൗശലത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. വെളിപാട് 3:17 പ്രകാരമാണ് പഠിപ്പിക്കുന്നത്. എന്തെന്നാൽ
ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് തിരിച്ചറിയുക. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു വരുന്ന ദൈവം, ഹൃദയങ്ങൾ അറിയുന്ന കർത്താവ്, മനുഷ്യനെ തുലാസിൽ തൂക്കി നോക്കുന്നവനായ ദൈവം ഇതാ വചനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. നിന്റെ ഈ ഡമ്പ് എന്തിന്? നിന്റെ ഈ വലിയ പൊങ്ങച്ചം എന്തിന്? നിന്റെ ഈ നടപ്പ് എങ്ങോട്ട്? നിന്റെ ആത്മാവ് നിത്യതയുടെ അനുഭവത്തിലാണോ? നിന്റെ മനസ്സിൻ്റെ വിചാരം എന്ത്? ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. നീ കൊമ്പ് കുലുക്കി നടക്കുന്നു, നീ കേമത്തരം ഭാവിച്ച് നടക്കുന്നു. ദൈവവചനം ഓരോ ആത്മാവിനെയും വിളിച്ച് ശാസിക്കുകയാണ്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കുന്നു. നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം, നിന്റെ അന്ധത മാറേണ്ടതിന്, നിന്റെ ആത്മീയ അന്ധത മാറേണ്ടതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെ ആത്മാവിനെ തൊട്ട് സംസാരിക്കുകയാണ്. ഈ വചനങ്ങൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ആത്മാവിൽ ഒന്നും മനസ്സിലായില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ, എന്താണ് ഈ വചനങ്ങളെല്ലാം പൊരുൾ? ഞങ്ങൾക്ക് കാഴ്ചയുണ്ടല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം, പിന്നെ എന്താണ് ഈ വചനം ഇങ്ങനെ പറയണത്? നീ ദയനീയനാണ്, നീ ദരിദ്രനാണ്, നീ അന്ധനാണ്, നീ ഒന്നും അറിയണില്ല, ഇതാ വചനം ഇങ്ങനെ പറയണ, കുറ്റപ്പെടുത്തുന്നു. ഇതെന്താണ് കർത്താവേ? ഞാൻ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം കൊണ്ടുവന്ന്, ഇതാ മദർ തെരേസ ഒരു ധനികനായ മനുഷ്യൻ്റെ ഭവനത്തിൽ ചെന്ന് തൻ്റെ ഏഴകളായ നിരാലംബരും അഗതികളുമായ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും തരണമേ എന്ന് ചോദിച്ച് നിൽക്കുന്നൊരു ചിത്രം ദൈവമായ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ആ ധനാഢ്യൻ, കൊമ്പുകുലുക്കി നടന്നിരുന്ന ആ മനുഷ്യൻ, മദർ തെരേസ പുച്ഛമുണ്ടായിരുന്ന മനുഷ്യൻ, ആത്മീയ കാര്യങ്ങളോട് വൈരാഗ്യം പുലർത്തുന്ന മനുഷ്യൻ, ആ മദറിൻ്റെ കൈകളിലേക്ക് കാർക്കിച്ച് തുപ്പി. മദർ പിൻവാങ്ങിയില്ല. മദർ അത് സന്തോഷത്തോടെ ബഹുമാന പുരസരം സ്വീകരിച്ച്, മദറിൻ്റെ മുഖത്ത് പ്രസാദം വർദ്ധിച്ച്, എലിപ്പുതുനെല്ല് കണ്ട പോലെ, കാമുകൻ കാമുകിയെ കണ്ടതുപോലെ ഇതാ മദറിൻ്റെ മുഖം പ്രസാദിച്ച് സന്തോഷപൂരിതമായി മദർ അത് ചങ്കോട് ചേർത്ത് പിടിച്ച്, എന്നിട്ട് മദർ അടുത്ത കൈ നീട്ടി, എന്നിട്ട് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഇനി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാലും. ആ ക്ഷണത്തിൽ ആ ധനികൻ്റെ ദയനീയത, ആ ധനികൻ്റെ ദാരിദ്ര്യാവസ്ഥ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത്, നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് നീ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങിക്കുക. നിന്റെ കണ്ണ് തെളിയേണ്ടതിന് കണ്ണിലുള്ള അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. നീ ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് തിരിച്ചറിയുക. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ നീ അഗ്നിശുദ്ധി വരുന്ന സ്വർണം എന്നോട് വാങ്ങിക്കുക. രണ്ട് മനുഷ്യരെ ദൈവം കൊണ്ടുവന്ന്, അന്ധനും ഹ്രസ്വദൃഷ്ടിയും ജഡീക കാര്യങ്ങളിൽ മാത്രം പരിജ്ഞാനിയും ഒരു മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം വാങ്ങിയ മറ്റൊരു മനുഷ്യൻ, രണ്ട് മനുഷ്യരെ ദൈവം കൊണ്ടുവരികയാണ്. ഇതാ ദൈവം വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോയി. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 22-23 തിരുലിഖിതങ്ങൾ. പ്രധാന പുരോഹിതന് മുമ്പിൽ ഇതാ ദൈവപുത്രനായ യേശു ക്രിസ്തു കയ്യിൽ വിലങ്ങ് വെക്കപ്പെട്ട് ശാന്തശീലനായി നിൽക്കുകയാണ്.
പ്രധാന പുരോഹിതൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. യേശുക്രിസ്തു വിനയാർജിതമായി ഓരോ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്നൊരു സേവകൻ യേശുവിൻ്റെ കർണത്തേക്ക് ആഞ്ഞടിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത്? യേശു ആ സേവകന്റെ നേരെ കരുണാർദ്രമായി നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തെളിയിക്കുക, ഇല്ലെങ്കിൽ എന്തിനാണ് എന്നെ അടിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. നിന്റെ അന്ധത മാറാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങിക്കുക. ഇതാ മറ്റൊരു രംഗം ദൈവമായ കർത്താവ് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എബ്രാഹാം ലിങ്കൻ്റെ ഭാര്യയും കൂടെ വലിയ ഒരു സദസ്സിൽ ഒരു പ്രധാന പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൽക്കാരം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ എബ്രാഹാം ലിങ്കൻ തമാശ രൂപത്തിൽ വളരെ ഹ്യൂമറസായി ഭാര്യയെക്കുറിച്ച് ചില കമൻറ്റുകൾ പറഞ്ഞ് ഭാര്യയ്ക്ക് ഒട്ടും പിടിച്ചില്ല. ഭാര്യ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോപ്പയിലെ ചൂടുവെള്ളമോ ചായയോ തൻ്റെ കോപ്പയിലുണ്ടായിരുന്ന സാധനം നേരെ ക്ഷണം നേരം കൊണ്ട് നിയന്ത്രണം വിട്ട് എബ്രാഹാം ലിങ്കൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച്. സദസ്സിൻ്റെ മുമ്പിൽ പ്രസിഡന്റ് എബ്രാഹാം ലിങ്കൻ ക്ഷണനേരം കൊണ്ട് സ്തബ്ധനായി പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണത്തിൻ്റെ പകിട്ട് കാണിച്ച് അദ്ദേഹം ക്ഷുഭിതനായില്ല. അദ്ദേഹം സന്തോഷപൂർവ്വം, അദ്ദേഹം സുസ്മേരവദനായി പറഞ്ഞു, എക്സ്ക്യൂസ് മീ. അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് പോയി തൻ്റെ ഡ്രസ്സെല്ലാം. അപ്പോഴേക്കും പ്രസിഡൻറ്റിൻ്റെ പരിചാരകന്മാർ വന്നു, പുതിയ ഡ്രസ്സ് കൊണ്ടുവന്നു, പുതിയ ഡ്രസ്സ് ഇട്ടു, പുതിയ ടൈ ഇട്ടു, പുതിയ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് സന്തോഷത്തോടെ വീണ്ടും വേദിയിലേക്ക് വന്നു. കാര്യങ്ങളെല്ലാം തുടർന്നു. എബ്രാഹാം ലിങ്കൻ്റെ ആ ചരിത്രത്തിൽ ഞാൻ വായിക്കുന്ന എങ്ങനെയാണ്, പിന്നീട് ഒരിക്കലും എബ്രാഹാം ലിങ്കൻ്റെ ഭാര്യ മോശമായിട്ട് അല്ലെങ്കിൽ കോപത്തോടെ നിയന്ത്രണം വിട്ട് പെരുമാറാൻ ഇടവന്നിട്ടില്ല. നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങിക്കുക. നിന്റെ കണ്ണിലെഴുതുന്ന അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. അവന് താല്പര്യം ലോകത്തിൻ്റെ സമ്പത്താണ്, അവന് താല്പര്യം ലോകത്തിൻ്റെ പ്രതാപമാണ്, അവന് താല്പര്യം ലോകത്തിൻ്റെ ചില കാര്യങ്ങളാണ്. അതാണ് യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധ പ്രബോധനത്തിൽ നിഷേധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതാണ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. പണം കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. ആരോഗ്യം കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. ബുദ്ധിശക്തി കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. പഠിപ്പ് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. എന്തെങ്കിലും സാമർത്ഥ്യം കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യജീവിതം ധന്യമാകുന്നത്? നീ ദൈവത്തിൽ നിന്ന് എത്രമാത്രം ദൈവിക സുഹൃതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, നീ ദൈവത്തിൽ നിന്ന് എത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്, ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ എത്രമാത്രം നിൻ്റെ ജീവിതത്തിലുണ്ട്, ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ എത്രമാത്രം നിൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ദൈവാത്മ സാന്നിധ്യമാണ് നിൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത്. ഞാൻ ധനികനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് അറിയുക. നിനക്ക് സമ്പത്തുണ്ടാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവരെ കണ്ട് ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. കണ്ണിലെഴുതുന്ന അഞ്ജനവും നീ എന്നോട് വാങ്ങിക്കുക. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. ഇത് കർത്താവ് നൽകുന്ന കൽപ്പനയാണ്. ഈ ലോകത്തിൽ നമുക്ക് പല വിധത്തിൽ ജീവിക്കാം. ലോകത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കാം, ജഡത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കാം, ലോകത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കാം, ലോകത്തിലെ കാര്യങ്ങളിൽ അഹങ്കാരം കൊണ്ട് ജീവിക്കാം. എന്നാൽ കർത്താവ് അത് അംഗീകരിച്ചിട്ടില്ല. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം
കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം തിരുലിഖിതം. അവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. 1 കൊരിന്തോസ് 3-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങൾ. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും വൈക്കോല് കൊണ്ടും മരം കൊണ്ടും കമ്പ് കൊണ്ടും ചെളി കൊണ്ടും എല്ലാം നിങ്ങൾക്ക് പണിയാം. മകനെ, മകളെ, ദൈവ പൈതലെ, നീ നിന്റെ ജീവിതത്തിൽ ഇന്ന് എന്തുകൊണ്ടാണ് നിന്റെ കൈമുതല നിനക്ക് എന്തുണ്ട്? സ്വർണ്ണമുണ്ടോ? വെള്ളിയുണ്ടോ? അല്ലെങ്കിൽ നീ ഇന്ന് വെറും തടി കൊണ്ടും പുല്ലുകൊണ്ടും വൈക്കോല് കൊണ്ടും പണിയുന്നവനാണോ? നീ ലോകത്തിൽ നിന്ന് സ്വീകരിച്ച ശക്തി കൊണ്ടാണ് പണിയുന്നതെങ്കിൽ നീ അഗ്നിശോധനയെ നേരിടുമ്പോൾ നീ നഷ്ടം സഹിക്കേണ്ടി വരും. നിന്റെ പണി കത്തിച്ചാമ്പലായി പോകും. എന്നാൽ നീ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പണിതാൽ, നീ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ശക്തി കൊണ്ട് പണിതാൽ, അഗ്നിശോധന അതിജീവിച്ച് അത് തിളങ്ങി നിൽക്കും, നീ സമ്മാനിതനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമായ കർത്താവ് പഠിപ്പിക്കുകയാണ്, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങിക്കുക. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതം പാഴ്വേലയായി പോകാതിരിക്കാൻ ദൈവാത്മാവിനെയും ദൈവാത്മാവിൻ്റെ ഫലങ്ങളും ദൈവാത്മാവിൻ്റെ ദാനങ്ങളും ദൈവാത്മാവിൻ്റെ അഭിഷേകങ്ങളെയും വിലയുള്ളതായി കണ്ട് അതിനുവേണ്ടി അധ്വാനിച്ച് അതുകൊണ്ട് നിറഞ്ഞ് അതിൻ്റെ ശക്തി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ കർത്താവേ. ജഡത്തിൻ്റെ ശക്തിയിൽ ആശ്രയം വെച്ചിരിക്കുന്നവരെ, ലോകത്തിൻ്റെ ശക്തിയിൽ ആശ്രയം വെച്ചിരിക്കുന്നവരെ, ഓ ദൈവമേ, പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും മരം കൊണ്ടും പണിയുന്നവരെ, അത് തിരിച്ചറിവ് കൊടുത്ത് നേർവഴിക്ക്, ദൈവശക്തിയുടെ വഴിക്ക്, ആത്മാവിൻ്റെ ശക്തിയുടെ വഴിക്ക് നടത്താൻ തക്കവണ്ണം ഇപ്പോൾ ആത്മാവിനെ നിവേശിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. വ്യർത്ഥതയുടെ വഴികളിൽ നിന്ന് നിത്യതയുടെ വഴികളിലേക്ക് തിരിയാനുള്ള അത്ഭുത അഭിഷേകം ഓരോ ഹൃദയങ്ങളിലേക്കും അത്ഭുത ശക്തിയായി, അതിശയ ശക്തിയായി പ്രവഹിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഇതാ സകലരെയും സമ്പന്നനാക്കുന്ന കർത്താവ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഓ ദൈവമേ, ദൈവമേ, സ്വർഗീയമായ നീരൊഴുക്കുകളിലേക്ക്, ആത്മാവിൻ്റെ ജീവജല ഉറവകളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ കർത്താവേ. 94-ാം സങ്കീർത്തനത്തിൽ 18-ാം തിരുലിഖിതം, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അവിടുത്തെ വാത്സല്യം എന്നെ താങ്ങി നിർത്തി. കർത്താവേ, ആത്മീയ മേഖലകളിലുള്ള എല്ലാ വിപരീത അവസ്ഥകളെയും കാണണമേ കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ സമ്പത്തിൽ ഊറ്റം കൊള്ളുന്നവർ, അഹങ്കാരത്താൽ മത്ത് പിടിച്ച അവസ്ഥയുള്ളവർ, എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ നിന്ന് ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ വിട്ടുപോകാത്തവർ, ധാർഷ്ട്യം, ധിക്കാരം, അഹന്ത, താന്തോന്നിത്വം, താൻപോരിമാഭാവം, അഹങ്കാരം, തന്നിഷ്ട പ്രകൃതി, ഏകാധിപത്യ സ്വഭാവം, ധാർഷ്ട്യം, ഈ മേഖലകളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. തകർന്ന കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. എത്ര ശ്രമിച്ചാലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം കഠിനമായ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അടഞ്ഞു പോയ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ കർത്താവേ. കുടുംബത്തിൽ എപ്പോഴും ശണ്ടയും വെറുപ്പും ഇളക്കി വിടുന്നവരെ ജീവിതങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയവേദകൾ കോരിച്ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവേ, സുഖപ്പെടുത്തണമേ. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങിക്കുക. യേശുവേ, ഇപ്പോൾ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, കുടുംബങ്ങളെ നിറയ്ക്കണമേ, വംശങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord
പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ക്ലാരമ്മ വർഗീസ്. ഇടപ്പള്ളിയിലാണ് എൻ്റെ വീട്. എൻ്റെ മോളുടെ കുട്ടി ജനിച്ച് ഉടൻ തന്നെ കരയാൻ തുടങ്ങിയാൽ വാ പൊളിച്ചിരിക്കും. മുഖവും കൈയും കാലും കരുവാളിക്കുന്ന സ്വഭാവം. ആ കുഞ്ഞിനെ ഞാൻ കഴിഞ്ഞ മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ 3 ദിവസം ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എത്ര മണിക്കൂർ കരഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല. പ്രൈസ് ദ ലോർഡ്. ഈ ചേച്ചിയുടെ മകളുടെ കുട്ടിക്ക് 1.5 വർഷമായി കുട്ടി കരയാൻ തുടങ്ങിയാൽ പിന്നെ കരുവാളിച്ച് മുഖമെല്ലാം കരുവാളിച്ച് വായൊക്കെ പൊളിച്ച് അങ്ങനെ ഒരു 1.5 വർഷമായിട്ട് അങ്ങനെ ജനിച്ചപ്പോൾ മുതൽ 1.5 വർഷം വരെ അങ്ങനത്തെ ആയിരുന്നു ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഈ അമ്മച്ചി നല്ല വിശ്വാസമുള്ള അമ്മച്ചിയാണ്. കുടുംബത്തിൽ നല്ല വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കുടുംബത്തിന് രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അമ്മച്ചി വിശ്വാസത്തോടെ വന്നിട്ടുണ്ട്. കർത്താവ്, എൻ്റെ മകളുടെ കുട്ടിക്ക് ഇങ്ങനെയാണ് സ്ഥിതി. 1.5 വർഷമായി ജനിച്ച ആ കാലഘട്ടം തൊട്ട് 1.5 വർഷം കരയാൻ തുടങ്ങിയ വാ പൊളിച്ച് കരിവാളിക്കുന്ന സ്ഥിതിയാണ്. മാറ്റി തരണം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് 3-ാം ദിവസം ഉത്തരം കൊടുത്ത്. കൺവെൻഷൻ്റെ 3-ാം ദിവസം കരങ്ങൾ ഉയർത്തിയടിച്ച് പവർ പവർ. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus.